അദ്ദേഹം കടന്നു വരുന്നു. ഞാൻ അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏറെ ആദരവോടുകൂടി ഏറെ സ്നേഹവായ്പോടുകൂടി ഈ പരവക മണ്ണിലേക്ക് കർഷകരും തൊഴിലാളികളും ചൊല്ലി പാർക്കുന്ന ഈ മണ്ണിലേക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തോടൊപ്പം പ്രിയപ്പെട്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള ക്യാബിനറ്റ് അംഗമായിട്ടുള്ള ശ്രീമതി അലക്ഷ്മിയ സിദ്ധാർത്ഥ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. Now I would like to take this opportunity to welcome Honorable Sri Mallikarjuna Kharge, President of the AICC, and our leader who leads India Front at the national level. And also Sri Priyanka. Sri Deepa Das, she is always with us. She is leading us in this, all the election work and all the work of UPA here. And also the Telangana Cabinet Minister. She is also present here. I would like to welcome all the leaders, all the AICC leaders, and especially Srimati Sri Mallikarjuna Kharge to this election meeting. ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി പ്രിയനായ ശ്രീ തോമസിന് എല്ലാവരും ആശംസിച്ചുകൊണ്ട് പ്രിയനായ നമ്മുടെ MP ശ്രീ ഡി പ്രിയാക്കസുണ്ട് മറ്റെല്ലാ നേതാക്കന്മാരും എല്ലാവരെയും ഒരിക്കൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. ലോകസഭയുടെ അധ്യക്ഷൻ യോഗത്തിന്റെ അധ്യക്ഷനെ DCC ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ഉദ്ഘാടകൻ ഓണറബിൾ മല്ലികാർജുന ഖാർഗെജി, മാഡം ദീപാദാസ് മുഖി, PV ബോർജി, ഈ വേദിയിലുള്ള മറ്റ് നേതാക്കന്മാരെ, പ്രിയ ഐക്യജനാധിപത്യങ്ങളുടെ നേതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളുടെ ഏറ്റവും ആദരണീയനായ AICC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെജിയുടെ ഇവിടുത്തെ സാന്നിധ്യം ഒരു വലിയ ഭാഗ്യമായ അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഐക്യജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്റെ വിജയം സുനിശ്ചിതമാണെന്ന് ഇവിടെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ AICC പ്രസിഡന്റ് ആ ഒരു സ്ഥാനത്തിന് ഇവിടെ ഉള്ളത്. അതുപോലെ
മേടിക്കുന്നു. First, my greetings to all of you on a happy Easter. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരന്റെ ആശംസകൾ നേരുകയാണ്. On the dais, sitting Srimati Deepadas Munshi, Sitaka, who is a minister of scheduled tribe from Telangana. Modi, he is controlling, Modi is controlling Pinarayi Vijayan. ഇന്ന് പിണറായി വിജയനും നരേന്ദ്രമോദിയുടെ പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നരേന്ദ്രമോദിയാണ് പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത്. He is not an independent man now. അദ്ദേഹം ഒരു സ്വതന്ത്രമായ മനുഷ്യനല്ല. But the only difference between him, his party, and Pinarayi's party is their flag color is saffron. His color is red. Similarity is there. ഇന്ന് അവർ രണ്ടുപേരും ഒരുപോലെ തന്നെയായിരിക്കുകയാണ്. ഇതാണ് വ്യത്യാസം. അവരുടെ രണ്ട് കൊടികളിൽ മാത്രമാണ്. എൽഡിഎഫിന്റെ കൊടി, സിപിഎമ്മിന്റെ കൊടി ഇന്ന് ചുവപ്പാണ്. മറ്റൊരു ബിജെപിയുടെ കൊടി ഇന്ന് കാവിയാണ്. ആ രണ്ട് കൊടികളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലും ഒട്ടേറെ സാമ്യമുണ്ട് എന്ന് നമുക്ക് കാണാം. Don't misguide the people of Kerala. They are very clever. They are educated. Modi ji, Vijay, you both can fool people who are illiterate in Gujarat or in other place, but you can't fool Kerala people. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ കബളിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് വിദ്യാഭ്യാസമുള്ളവരാണ്, അവർ പ്രബുദ്ധരാണ്. അവരെ ഒരിക്കലും കളിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രീ പിണറായി വിജയൻ, ശ്രീ നരേന്ദ്രമോദി, നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നത് പോലെ ഇവിടെ വന്ന ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. Kerala people, not only Kerala, they are throughout the world. They are working. They are sending money to India. കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൽ മാത്രമല്ല, അവർ ഈ ലോകത്ത് മുഴുവനുണ്ട്. അവിടെ എല്ലാം അവർ അധ്വാനിച്ച് ഇന്ന് കേരളത്തിലേക്ക് പണം അയക്കുന്നുണ്ട്. Whatever money comes, everything in the bank. Now Modi is afraid of that because he will not get the money from Dubai or other Arab countries or wherever our Kerala people are working. Now the remittance will be there. ഇന്ന് ഇവരെല്ലാവരും അവർ കൽപ്പന ചെയ്ത് പണം ഇന്ന് കേരളത്തിലേക്ക് അയക്കുന്നുണ്ട്. ആ പണം ഇപ്പോൾ നരേന്ദ്രമോദി പേടിയിലാണ്. കാരണം അവിടെ നിന്ന് ഇനി പണം വരുന്നത് കുറയും. അവിടുത്തെ ജനങ്ങൾ ഇങ്ങോട്ടേക്ക് പണം, നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ളവർ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് പണം അയക്കുന്നതിൽ കുറവ് വരും. Therefore, my friends, I urge you to support the Congress Party and the UDF to strengthen the democracy and to bring back a government that works for you, works for women, works for youth, works for Dalits, works for backwards. That chance you will get after doing this. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഈ രാജ്യത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി
ഈ നാട്ടിലെ സ്ത്രീകൾക്ക്, യുവാക്കൾക്ക്, തൊഴിലാളികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുന്നതിന് വേണ്ടി UDF-നെ, കോൺഗ്രസിനെ പിന്തുണയ്ക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. Let us together build Kerala. നമുക്ക് ഒരുമിച്ച് ഈ കേരളത്തെ പുനർനിർമ്മിക്കാം. That is a prosperous and also learned one and also peaceful and very progressive state in the country. ഈ കേരളത്തെ, നമുക്ക് രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ, കേരളത്തെ നമുക്ക് പുരോഗമനമായി, അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഭവിഷ്യമുള്ള, നല്ലൊരു ഭവിഷ്യമുള്ള, അതുപോലെ തന്നെ സമാധാനപരമായ ഒരു കേരളത്തെ നമുക്ക് പുനർനിർമ്മിക്കാം. Now I request all of us, I will introduce our candidates who are going to serve 5 years for you and Kerala. ഞാൻ അടുത്ത 5 വർഷം നിങ്ങളെ കേരളത്തെയും സേവിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. Advocate Thomas, Idukki Roy K. Polo, ഇടുക്കിയിലെ സ്ഥാനാർത്ഥി ശ്രീ റോയ് കെ പൗലോസ്, then Advocate Senapati Venu, അഡ്വക്കേറ്റ് സേനാപതി വേണു, F. Raja, ദേവികുളം സ്ഥാനാർത്ഥി എഫ് രാജ, up to John Joseph, തൊടുപുഴയിലെ സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ്. and once again I wish you all happy Easter and also happy. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈസ്റ്ററിന്റെ എല്ലാ ആശംസകളും നേരുന്നു. വിഷുവിന്റെ ആശംസകൾ നേരുകയാണ്. Thank you very much for listening calmly, quietly, and I hope after winning, I will visit once again to this city. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ സമാധാനപരമായി നിങ്ങളുടെ എന്നെ കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഇവിടെ ജയിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ നിങ്ങളെ കാണുന്നു. Now you have to respond to me in what Jayakar are doing. Jai Hind! ജയ് Jai Hind! ജയ് Why you are not raising your hand? ഒരു Jai Hind! Jai Congress! Jai UDF! Jai Congress! Jai Kerala! Jai Kerala! Jai Kerala! Thank you very much for your response. And I also thank all our media people and also our workers and volunteers, those who have come here. Thank you very much. കൂടി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പ്രവർത്തകരെയും നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ ജെയ്തി കുര്യാക്കോസ്. പ്രിയപ്പെട്ടവരെ, ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായിട്ടാണ് അദ്ദേഹം ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെരുവുന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ഈ നാടിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുൻപോട്ട് പോകുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ മല്ലികാർജുൻ ഖാർഗെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസാന വാക്ക്. പ്രിയപ്പെട്ടവരെ, ഈ നാട് അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. I am expressing sincere thanks from my bottom of heart to Mallikarjun Kharge to come all the way from Delhi to here to give blessings to our candidate Surya Thomas. We will win, sir. We will win. നമുക്ക് കാണാൻ കഴിയുന്നതാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വിദേശ നാട് നേടിത്തന്നിരുന്നത് നമ്മൾ എന്താണ് എന്ന് നമുക്കറിയാം. എത്രയോ